ഹായ് ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ മൈക്രോസോഫ്റ്റ് സർവർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നിർത്തിയിരുന്നത് ഒരു ഡൊമെയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനിയിൽ സർവർ സിസ്റ്റം എടുത്തിട്ട് അതിൽ ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസ് എന്ന് പറയുന്ന റോൾ ഇൻസ്റ്റാൾ ചെയ്യാനാണ്. ജസ്റ്റ് ആ റോളുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സ്റ്റെപ്പ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സർവീസ് അല്ലേ, ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെയാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതാണ് നിർത്തിയത്. നിങ്ങളിവിടെ നോട്ടിഫിക്കേഷൻ ഐക്കണ്ട അവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. ഇവിടെ പോസ്റ്റ് ഡിപ്ലോയ്മെൻറ്റ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. കോൺഫിഗറേഷൻ റിക്വയർഡ് ഫോർ ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസ് അറ്റ് സർവർ 1. സർവർ 1 എന്നെന്താ, നമ്മുടെ സർവറിൻ്റെ പേര് ഞാൻ സർവർ 1 എന്നാണ് ഇട്ടിരുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ആ ഒരു ഇട്ടതിനെ കുറിച്ചും അത് റീസ്റ്റാർട്ടായി വന്നിട്ട് ആണ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതും ആ പേര് പിന്നീട് മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്, ഈ ഒരു സർവർ ഇതിനൊരു ഡൊമെയിൻ കൺട്രോളർ ആക്കി മാറ്റുക എന്നുള്ളതാണ്. ആദ്യം IP സെറ്റ് ചെയ്തിരുന്നു അല്ലേ, പിന്നീട് IP മാറ്റാൻ പറ്റില്ല. അതൊക്കെ തൊട്ട് മുമ്പുള്ള വീഡിയോയിലുണ്ടാവും. ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം സർവറിൻ്റെ പ്ലേലിസ്റ്റിൽ നമ്മുടെ ചാനലിൽ മൈക്രോസോഫ്റ്റിൻ്റെ സർവർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. കാരണം അതിൽ ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണിത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രൊമോട്ട് ദി സർവർ ടു എ ഡൊമെയിൻ കൺട്രോളർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിപ്ലോയ്മെന്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻ വരും. സെലക്ട് എ ഡിപ്ലോയ്മെന്റ് ഓപ്പറേഷൻ എന്നുള്ളതിൽ 3 ഓപ്ഷൻ വരും. ഇവിടെ നമ്മുടെ സർവറിന്റെ പേര് എഴുതിയിട്ടുണ്ടാകും. ഇവിടെ 3 ഓപ്ഷൻ: ആഡ് എ ഡൊമെയിൻ കൺട്രോളർ ടു ആൻ എക്സിസ്റ്റിംഗ് ഡൊമെയിൻ. അടുത്തത് ആഡ് എ ന്യൂ ഡൊമെയിൻ ടു ആൻ എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ്. ആഡ് എ ന്യൂ ഫോറസ്റ്റ്. ഇതിൽ ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം എന്നുള്ളതല്ല. ഇതിലൊരു ട്രാക്ക് ഉണ്ട്, ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ട്രാക്ക് ഉണ്ട്. ഞാനത് വിശദമായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്താ, ആഡ് എ ഡൊമെയിൻ കൺട്രോളർ ടു ആൻ എക്സിസ്റ്റിംഗ് ഡൊമെയിൻ എന്നാണ്. അതെന്താണ് എന്നുള്ളത് നോക്കാം. ആഡ് എ ഡൊമെയിൻ കൺട്രോളർ ടു ആൻ എക്സിസ്റ്റിംഗ് ഡൊമെയിൻ, അതാണല്ലോ ഫസ്റ്റത്തെ ഓപ്ഷൻ. അതെന്താ വരിക, ആഡ് എ ഡൊമെയിൻ കൺട്രോളർ ടു ആൻ എക്സിസ്റ്റിംഗ് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ഡൊമെയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഡൊമെയിൻ കൺട്രോളും കൂടെ ആഡ് ചെയ്യാനല്ലേ. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് ഇതെൻ്റെ സർവർ, എൻ്റെ കമ്പനിയിൽ ഓൾറെഡി ഒരു ഡൊമെയിൻ കൺട്രോളർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഡൊമെയിൻ കൺട്രോളർ, ഇതിനെ നമുക്ക് DC എന്ന് വിളിക്കാം. ഇവിടെ സ്വിച്ച് ഉണ്ട്, ഇവിടെ PC കളുണ്ട്. ഓൾറെഡി ഇങ്ങനൊരു ഡൊമെയിൻ കൺട്രോളർ ഒക്കെ ഉള്ള ഒരു സ്ഥാപനമാണ് എൻ്റെ, ഒരു കമ്പനിയാണ് എൻ്റെ. ഫസ്റ്റത്തെ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ആ സർവറിന് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് എ ഡൊമെയിൻ കൺട്രോളർ ടു ആൻ എക്സിസ്റ്റിംഗ് ഡൊമെയിൻ, അതല്ലായിരുന്നു ഫസ്റ്റത്തെ ഓപ്ഷൻ വന്നിരുന്നത്. ആഡ് എ ഡൊമെയിൻ കൺട്രോളർ ടു ആൻ എക്സിസ്റ്റിംഗ് ഡൊമെയിൻ, അതിൻ്റെ അർത്ഥം ഓൾറെഡി എൻ്റെ കയ്യിലൊരു ഡൊമെയിൻ കൺട്രോളർ ഉണ്ട്. അപ്പം ഞാൻ വേറൊരു സർവറിനെ കൂടെ പർച്ചേസ് ചെയ്തിട്ട്, ഇതൊരു സർവർ സിസ്റ്റം ആണ്, അപ്പോൾ ഇതിലും സർവർ വോയിസ് ആണുള്ളത്. അപ്പോൾ ഓൾറെഡി എൻ്റെ കമ്പനിയിൽ ഒരു ഡൊമെയിൻ കൺട്രോളർ ഉണ്ടല്ലോ, അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറൊരു ഡൊമെയിൻ കൺട്രോളറിനെയും കൂടെ ഞാൻ വെക്കുവാണ്. അപ്പം എൻ്റെ കമ്പനിയിൽ ഇതൊരു ഡൊമെയിൻ കൺട്രോളറായി, ഇതൊരു ഡൊമെയിൻ കൺട്രോളറായി. അങ്ങനെ ഞാൻ രണ്ടാമതായിട്ട് വെക്കുന്ന ഈ ഒരു ഡൊമെയിൻ കൺട്രോളർ ഇല്ലേ, അതിനെ ആക്കാൻ ആ ഒരു സിസ്റ്റത്തെ ഇങ്ങനൊരു ഡൊമെയിൻ കൺട്രോളറാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിലാണ് നമ്മൾ ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്, ആഡ് എ ഡൊമെയിൻ കൺട്രോളർ ടു ആൻ എക്സിസ്റ്റിംഗ് ഡൊമെയിൻ. ഇപ്പം നമുക്ക് ഇവിടെ ഇങ്ങനൊരു ഡൊമെയിൻ കൺട്രോളറിനെ നമുക്കില്ല. നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത് ആരെയാ, ഈ ഒരു ഡൊമെയിൻ. എന്നിട്ട് വേണ്ട ഇതുണ്ടാക്കാൻ. അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ ആ ഒരു സ്റ്റെപ്പ് പഠിക്കാം. അപ്പം നമുക്ക് ആ ഓപ്ഷൻ അല്ലല്ലോ ചൂസ് ചെയ്യേണ്ടത്, ആ ഓപ്ഷൻ അല്ല. അടുത്തത് ആഡ് എ ന്യൂ ഡൊമെയിൻ ടു ആൻ എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ്. പുതിയൊരു വാക്കാണ് ഫോറസ്റ്റ് എന്നുള്ളത്. നമുക്ക് ആകെ ഒരു ഫോറസ്റ്റ് നമുക്ക് അറിയാൻ വഴിയുണ്ടാവുള്ളൂ, അത്
നമ്മുടെ ഫോറസ്റ്റ് ആണ്, കാടാണ് അല്ലേ? ആ ഫോറസ്റ്റ് അല്ല ഈ ഒരു ഡൊമെയിൻ നെറ്റ്വർക്കിലോട്ട് വരുമ്പോൾ വരുന്ന ഫോറസ്റ്റ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്റ്റീവ് ഡയറക്ടറി നെറ്റ്വർക്ക് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഈ ഒരു ഡൊമെയിൻ കൺട്രോളർ നെറ്റ്വർക്ക്, ഞാൻ ഇടയ്ക്ക് ആക്റ്റീവ് ഡയറക്ടറി നെറ്റ്വർക്ക് എന്ന് വിളിക്കും, ഇടയ്ക്ക് ഡൊമെയിൻ കൺട്രോളർ നെറ്റ്വർക്ക് എന്നൊക്കെ പറയും, എല്ലാം ഒന്ന് തന്നെയാണ്. ഈ ഒരു നെറ്റ്വർക്ക് ഫോറസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഫോറസ്റ്റിന് എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഒരു ബാങ്ക് എടുത്തു, SBI. നമുക്കിപ്പോൾ SBI പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കണം. SBI എടുത്തു. SBIക്ക് ഒരു സർവർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ SBIയുടെ സർവർ മുംബൈയിലാണ്, മുംബൈ. അപ്പോൾ SBIയുടെ സർവർ ഇതാണ് ഇരിക്കുന്നത്, ഇതാണ് സർവർ, SBIയുടെ മുംബൈയിലിരിക്കുന്ന സർവറാണ്. നമ്മുടെ കേരളത്തിൽ നിറയെ ബ്രാഞ്ചുകളുണ്ട് SBIക്ക്. ഇത് കേരളമാണ്, ഇത് തമിഴ്നാടാണ്, ഇത് ഓരോ 28 സംസ്ഥാനങ്ങളിലും ഇതുണ്ടെന്ന് വിചാരിക്കാം. 29 സംസ്ഥാനമായി അല്ലേ? 29 സംസ്ഥാനങ്ങളിലും ബ്രാഞ്ച് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എല്ലാ ബ്രാഞ്ചുകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും നിറയെ ബ്രാഞ്ചുകളുണ്ടല്ലോ. ഇതെല്ലാം കൂടി ഒറ്റ സർവറിന് അണ്ടറിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം എന്ത് ചെയ്യും? SBIയുടെ മെയിൻ സർവർ ഇവിടെ അല്ലേ ഇരിക്കുന്നത്, ഇവർ കേരളത്തിലായിട്ടൊരു സർവറിന് വെക്കും. ഇത് കേരളത്തിലിരിക്കുന്ന സർവറാണ്, കേരള സർവർ. ഇത് തിരുവനന്തപുരത്താണ്. ഈ കേരള സർവർ എന്ന് വെച്ചാൽ ഇത് കേരളത്തിലെ ഡൊമെയിൻ കൺട്രോളർ, ഇതിൽ സർവർ വോയിസ് ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. ഈ കേരളത്തിലെ സർവർ മെയിൻ സർവറിന് അണ്ടറിലായിരിക്കും. ഈ കേരള സർവറിന് അണ്ടറിലായിരിക്കും കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളിലെ സിസ്റ്റങ്ങളും എന്താവുന്നത്, കണക്ട് ആവുന്നത്. ഇവിടെ തമിഴ്നാട്ടിൽ ഒരു സർവർ വെച്ചിട്ടുണ്ട്, തമിഴ്നാടിന്റെ സർവർ. തമിഴ്നാടിന്റെ സർവർ നമ്മുടെ മെയിൻ സർവറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാവില്ലേ, അതിന്റെ അണ്ടറിലായിരിക്കും തമിഴ്നാട്ടിലത്തെ എല്ലാ ബ്രാഞ്ചുകളും കണക്ട് ആയിട്ടുണ്ടാവുക. ഇനി അങ്ങനെ വെക്കണമെന്നില്ല, ഇപ്പൊ മുംബൈയിലൊരു സർവർ, കേരളത്തിലായിട്ടൊരു സർവർ, ഇനി ഓരോ ജില്ലയ്ക്കും ഓരോരോ സർവറിന് കൊടുത്തു നോക്കുക. എന്നിട്ട് ഇപ്പോൾ പാലക്കാട് ജില്ലയ്ക്ക് ഒരു സർവർ ഉണ്ടെങ്കിൽ പാലക്കാടത്തെ SBIയുടെ എല്ലാ ബ്രാഞ്ചും പാലക്കാട് സർവറുമായിട്ട് കണക്ട് ആയിട്ടുണ്ടാവുക. പാലക്കാട് സർവർ കേരളത്തിലെ സർവറുമായിട്ട് കണക്ട് ആയിട്ടുണ്ടാവും, കേരളത്തിലെ സർവർ മുംബൈയിലെ സർവറുമായിട്ട് കണക്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ മുംബൈയിലെ സർവറിന് കേരളത്തിലെ ബ്രാഞ്ചുകളുടെ PC കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം കേരളത്തിലെ ബ്രാഞ്ചുകളുടെ PC കണക്ട് ചെയ്യാൻ പാലക്കാട് ജില്ലയിലെ മാത്രം കണക്ട് ചെയ്യാൻ പാലക്കാട് ഒരു സർവർ ഉണ്ട്, മലപ്പുറത്തെ ജില്ലയിലെ മാത്രം കണക്ട് ചെയ്യാൻ മലപ്പുറത്ത് ഒരു സർവർ ഉണ്ട്. ഇനി വേണമെങ്കിൽ കേരളത്തിലെ 3 എണ്ണം ആക്കിയിട്ട് തിരിച്ചിട്ട് മധ്യ കേരളവും അതേപോലെ തന്നെ വടക്കേ കേരളവും അതേപോലെ തന്നെ തെക്ക് കേരളം, അങ്ങനെ 3 എണ്ണം ആക്കി വിളിച്ചിട്ട് 3 സർവറിനെ കൊടുക്കാം. എന്നിട്ട് അത് കേരളത്തിനായിട്ടൊരു സർവറിനെ വെച്ചിട്ട് ഈ 3 സർവറിനെ കേരള സർവറിലോട്ട് കൊടുക്കാം. അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ, ഒരു മെയിൻ സർവർ, ആ സർവറിന്റെ അണ്ടറിൽ വേറൊരു സർവർ, അതിന്റെ അണ്ടറിൽ വേറൊരു സർവർ. ഇപ്പൊ മെയിൻ സർവർ മുംബൈയിൽ, ഇത് കേരളത്തിലെ സർവർ. കേരളത്തിലെ സർവറിൽ തന്നെ 3 എണ്ണം ഉണ്ട്, ഇത് വടക്കൻ കേരളത്തിലും ഇത് മധ്യ കേരളത്തിലും ഇത് താഴത്തോട്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മധ്യ കേരളത്തിൽ പാലക്കാടും മലപ്പുറവും അതേപോലെ തന്നെ തൃശ്ശൂരും, ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ കാസർഗോഡും കണ്ണൂരും, ആ ഒരു ഇത് കോഴിക്കോടും വയനാട്, ആ ഒരു വിഭാഗം. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ആ ഒരു ഇത്, ഇവിടെ ഇടുക്കി, ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്, അപ്പൊ കേരളത്തിൽ 3 സർവർ ഉണ്ട്, ഇത് കേരളത്തിനായിട്ട് വലിയൊരു സർവർ, ഇത് മുംബൈയിലൊരു സർവർ. അപ്പൊ നോക്കി, ഇത് വലിയൊരു സ്ട്രക്ചർ ആയില്ലേ. ഇതിനെയാണ് നമ്മൾ ഫോറസ്റ്റ് എന്ന് വിളിക്കുക. ഒരു ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ നെറ്റ്വർക്കിന്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫോറസ്റ്റ് എന്ന് വിളിക്കുക. അതിൽ ഈ മെയിൻ സർവർ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ പാരന്റ് ഡൊമെയിൻ എന്ന് വിളിക്കുക, പാരന്റ്. അപ്പൊ മുംബൈ, ഈ SBIയുടെ പാരന്റ് ഡൊമെയിൻ എവിടെ ഇരിക്കുന്നത്, മുംബൈയിലിരിക്കുന്നത്. അപ്പൊ അതിനെയാണ് ഒരു ഫോറസ്റ്റ് എന്ന് വിളിക്കുക. അപ്പൊ ഈ മെയിൻ ഡൊമെയിൻ്റെ അണ്ടറിലോട്ട് നിങ്ങൾ കേരളത്തിനായിട്ടൊരു സർവറിനെ വെക്കുന്നു ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിനായിട്ട് ഇവിടെ ഒരു സർവറിനെ വെക്കില്ലേ, കേരളത്തിനായിട്ട് ഇവിടെ ഒരു സർവറിനെ വെക്കുമ്പോൾ ഈ ഒരു സർവർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഏത് സെലക്ട് ചെയ്യേണ്ടത്, ആഡ് എ ന്യൂ ഡൊമെയിൻ ടു ആൻ എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ്. എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാരന്റ് ഡൊമെയിൻ വേണം. ഇവിടെ കണ്ടോ പാരന്റ് ഡൊമെയിൻ്റെ പേര് കൊടുക്കാൻ. പക്ഷെ പാരന്റ് പോലും നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ടില്ല അല്ലേ. നമ്മളിപ്പോൾ ആദ്യം പഠിക്കുന്നത് ഒരു സർവറിനെ ക്രിയേറ്റ് ചെയ്യാനാണ്. ഇനി ആ സർവറിന്റെ അണ്ടറിൽ വേറൊരു സർവറിനെ കൊണ്ടുവന്നാൽ നമ്മുടെ ഈ സർവർ പാരന്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്നല്ല വേണ്ടത്. അപ്പൊ നമുക്കിപ്പോ ഒന്നുമില്ല അവിടെ, നമുക്കൊരു ഫോറസ്റ്റ് എന്ന് പറയാൻ ഒരു നെറ്റ്വർക്ക് ഒന്നും അവിടെ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആദ്യമായിട്ടൊരു ഡൊമെയിൻ കൺട്രോളർ അല്ലേ ചെയ്യേണ്ടത്. അപ്പൊ എന്ത് സെലക്ട് ചെയ്യണം, ആടെ ന്യൂ ഫോറസ്റ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ റൂട്ട് ഡൊമെയിൻ നെയിം കൊടുക്കണം. റൂട്ട് ഡൊമെയിൻ നെയിം യുണീക്ക് ആയിരിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്കൊരു കമ്പനി ഉണ്ട്. അപ്പൊ എൻ്റെ കമ്പനിയിൽ ഒരു 30-40 സിസ്റ്റങ്ങൾ വരുന്നുണ്ട്. ഈ 30-40 സിസ്റ്റങ്ങളെയാണ് ഞാൻ എൻ്റെ ഈ ഡൊമെയിൻ കൺട്രോളറിന്റെ അണ്ടറിലോട്ട് കൊണ്ടുവരേണ്ടത്. അപ്പൊ എൻ്റെ കമ്പനിയുടെ പേര് ഇപ്പൊ ജംബു ഹോസ്റ്റ് എന്നാണ്.
അപ്പോൾ ഞാൻ ഡൊമൈൻ നെയിം കൊടുക്കുമ്പോൾ ജംബ് ഹോസ്റ്റ് സ്മോളിലോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാട്ടോ, ജംബ് ഹോസ്റ്റ് .com അങ്ങനെ എന്തെങ്കിലും ഒരു നെയിം വേണം, ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം എന്നാണ് വിളിക്കുക. അപ്പോൾ ഒരു .com അല്ലെങ്കിൽ .in. അപ്പോൾ ഞാനിവിടെ ലോക്കൽ എന്നാണ് കൊടുക്കുന്നത്, ലോക്കൽ. കാരണം ഇത് എൻ്റെ ഇന്റേണൽ നെറ്റ്വർക്കാണ്, എൻ്റെ കമ്പനി തന്നെ സെർവർ ഇരിക്കുന്നത്, ബാക്കിയുള്ള സിസ്റ്റങ്ങളെല്ലാം എൻ്റെ കമ്പനി തന്നെ ഇരിക്കുന്നത്. ഇവിടെ നിങ്ങൾ യുണീക്ക് ആയിട്ടൊരു പേര് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പ്രശ്നം ഇവിടെ, അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള പേര് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ jembhost.com ഓൾറെഡി ഇന്റർനെറ്റിൽ jembhost.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എൻ്റെ ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് jembhost.com എന്നാണ് റൂട്ട് ഡൊമൈൻ്റെ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാനത് എൻ്റെ സെർവറിന് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ DNS റിസോൾവറിൽ ഓൾറെഡി jembhost.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഓൾറെഡി ഉള്ളതാ. അപ്പൊ ഞാൻ എൻ്റെ ഡൊമൈനും കൊടുത്തത് എന്താ, jembhost.com ആ. ഞാൻ അത് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു DNSന്റെ ഒരു കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടൊക്കെ ഉണ്ടെങ്കിൽ, സെർവറിന് ഇന്റർനെറ്റൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതാണെങ്കിൽ, നമ്മളവിടെ പേര് കൊടുക്കുമ്പോൾ നമ്മുടെ കമ്പനിക്ക് ഓൾറെഡി ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, .com .in, ഇപ്പൊ jembhost.com അങ്ങനെ ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഡൊമൈനിന്റെ ബേസ് ചെയ്തിട്ടുള്ള പേര് നിങ്ങൾ ഇവിടെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഞാനിവിടെ jembhost.local എന്ന് കൊടുക്കുന്നത് എൻ്റെ സെർവർ എൻ്റെ കമ്പനി തന്നെയാണ്, എല്ലാ സിസ്റ്റങ്ങളും എൻ്റെ ബ്രാഞ്ചിൽ തന്നെ, എൻ്റെ സെർവറിന്റെ അടുത്ത് തന്നെയാണ്. ഞാൻ എല്ലാ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്തിട്ട് ആ സ്വിച്ചിനെയാണ് സെർവറിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഇന്റേണൽ നെറ്റ്വർക്കാണ്. ആ ഇന്റേണൽ നെറ്റ്വർക്ക് ഇപ്പൊ ഇന്റർനെറ്റിലോട്ട് കണക്ട് ചെയ്താലും ക്ലയന്റ് സിസ്റ്റങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മെയിൻ സെർവർ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഇടാൻ പോകുന്ന ഈ ഒരു ഡൊമൈൻ കൺട്രോളർ, അതിനകത്തൊരു DNS സെർവർ ഉണ്ടാവും. ആ DNS സെർവറായിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ കോൺഫ്ലിക്റ്റ് ആവാനുള്ള സാധ്യതയില്ല. അപ്പൊ ഞാനിവിടെ jembhost.local എന്നാണ് പേര് കൊടുത്തത്. ഇതാണ് എൻ്റെ ഡൊമൈൻ നെയിം. ഈ നെയിം പിന്നീട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. അപ്പൊ jembhost.local കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം വരും, നമുക്ക് പാസ്വേഡ് കൊടുക്കാൻ. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്ന പാസ്വേഡ് ആയിരിക്കും പിന്നീട് നമ്മുടെ ഡൊമൈൻ കൺട്രോളറിന്റെ പാസ്വേഡ്. ആ പാസ്വേഡ് പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ എക്സ്പയറിയും കാര്യങ്ങളൊക്കെ വെച്ച് ചേഞ്ച് ചെയ്യാം. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും നമുക്ക് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ്, ഇപ്പൊ ഞാൻ എൻ്റെ ഈ സെർവറിന്റെ പാസ്വേഡ് എന്താണ്, admin123 ആണ്. ഇപ്പൊ ഞാൻ ഈ കൊടുക്കുന്ന പാസ്വേഡ് ആയിരിക്കും പിന്നീട് അങ്ങടെ സെർവറിന്റെ പാസ്വേഡ് ആയിട്ട് വരിക. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പോഴും കൊടുക്കുന്നത് admin123 തന്നെയാണ്. ഓക്കെ, പിന്നീട് എൻ്റെ സെർവറിന്റെ പാസ്വേഡ് എപ്പോഴും എന്തായിരിക്കും, admin123 ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ പാസ്വേഡ് കൊടുക്കുകയാണ് admin123, ക്യാപ്സ് കൊടുത്തു. ഇതാണ് എൻ്റെ ഡൊമൈൻ കൺട്രോളറിന്റെ പാസ്വേഡ്. ഇവിടെ ഒരു DNS സെർവർ ക്രിയേറ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഗ്ലോബൽ കാറ്റലോഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ക്രിയേറ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ DNS ഡെലിഗേഷൻ്റെ ഒരു മെസ്സേജ് വരും, DNS സെർവർ ഇല്ല. അപ്പോൾ ഓൾറെഡി എൻ്റെ കമ്പനിയിൽ വേറെ സെർവർ ഒന്നും ഇല്ലല്ലോ, ഇതാണ് എൻ്റെ മെയിൻ ഡൊമൈൻ ആയിട്ട് വെക്കുന്നത്. അപ്പോൾ DNS സെർവർ ഇല്ല, DNS ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ADDS ഇൻസ്റ്റാൾ ചെയ്യാൻ പോയപ്പോൾ നമ്മൾ DNS കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ DNS ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ക്രിയേറ്റ് ആവും, DNS സെർവറിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ അവിടെ DNS സെർവർ ഇല്ല, അപ്പോൾ DNS ക്രിയേറ്റ് ആവണം എന്നുള്ളൊരു മെസ്സേജാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നെറ്റ് ബയോസ് നെയിമിൻ്റെ അവിടെ നമ്മുടെ ഡൊമൈനിൻ്റെ പേര് അവിടെ വരും. നമ്മുടെ ഡൊമൈനിൻ്റെ പേര് എന്തായിരുന്നു, jembhost.local എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെ .local അല്ലെങ്കിൽ .in .com എന്ന് കൊടുത്താൽ അവിടെ വരില്ല, ആ പേര് മാത്രമേ അവിടെ കാണുള്ളൂ. പക്ഷേ ഡൊമൈൻ നെയിം ഫുൾ ആയിട്ട് വരുമ്പോൾ ഞാൻ കൊടുത്ത jembhost.local എന്ന് തന്നെ ഉണ്ടാവും. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അടുത്തത് ഒരു ഓപ്ഷൻ വരുന്നത് പാത്താണ്. ഇപ്പൊ എൻ്റെ സിസ്റ്റം, എൻ്റെ ഈ ഒരു നമ്മുടെ ഈ സെർവർ ഒരു ഡൊമൈൻ കൺട്രോളർ ആയിട്ട് മാറുവാണല്ലോ. അപ്പോൾ ഡൊമൈൻ കൺട്രോളർ ആയിട്ട് മാറുമ്പോൾ ഒരു മെയിൻ ആയിട്ട് അതിൻ്റെ ഒരു 3 ഫയൽ ക്രിയേറ്റ് ആവണം. NTDS എന്ന് പറയുന്ന ഒരു ഫയലും അതേപോലെ sysvol എന്ന് പറയുന്നതും. sysvol എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ആവണം, അതിൽ NTDSും ക്രിയേറ്റ് ആവണം. ഇത് എവിടെയാണ് ക്രിയേറ്റ് ആവുന്നത്, C ഡ്രൈവിൽ വിൻഡോസിൽ NTDS എന്ന് പറയുന്നത് ക്രിയേറ്റ് ആവുന്നുണ്ട്. പിന്നെ C ഡ്രൈവിൽ വിൻഡോസിൽ NTDS ഒന്ന് ഡാറ്റാബേസ് സേവ് ചെയ്ത് വെക്കാനും, രണ്ടാമത്തെ ലോഗ് ഫയൽ സേവ് ചെയ്ത് വെക്കാനും ആക്റ്റീവ് ഡയറക്ടറിയുടെ, മൂന്നാമത്തത് sysvol എന്ന് പറയുന്ന ഒരു ഫയലുകൾ സേവ് ചെയ്ത് വെക്കാനും. ഈ 3 കാര്യങ്ങൾ ക്രിയേറ്റ് ആവുന്നത് എവിടെയാണ്, C ഡ്രൈവിൽ വിൻഡോസിൽ NTDS ക്രിയേറ്റ് ആവും എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ C ഡ്രൈവിൽ വിൻഡോസിൽ അടുത്ത NTDS അങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവും. ഇപ്പോൾ അവിടെ ഉണ്ടാവില്ല, ഞാനിത് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ആവും എന്നാണ് പറയുന്നത്. C ഡ്രൈവിൽ വിൻഡോസിൽ sysvolും ക്രിയേറ്റ് ആവും. ഇപ്പൊ നമുക്ക് നോക്കി നോക്കാം അത് അവിടെ ഉണ്ടോന്ന്.
സി ഡ്രൈവിൽ വിൻഡോസിൽ ഇപ്പോൾ ഇവിടെ NTDS ഉണ്ടാവില്ല, M കഴിഞ്ഞാൽ N ഇപ്പം ഇല്ല. അതേപോലെ സിസ്വോൾ, ഇവിടെ സിസ്റ്റം ഉണ്ട്, സിസ്വോൾ എന്ന് പറയുന്നില്ല, ക്രിയേറ്റ് ആവും. ഈ ഒരു ലൊക്കേഷൻ, ഈ ഒരു 3 ഫയൽ ഉണ്ടല്ലോ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലാണ്. ഇതിപ്പോൾ ഇവിടെ സി ഡ്രൈവിലാണ് ക്രിയേറ്റ് ആവുന്നത്. ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബ്രൗസ് ചെയ്തിട്ട് വേറെ ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ വേറെ പാർട്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ ലൊക്കേഷൻ എന്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കാരണം സർവറിൻ്റെ ബാക്കപ്പ് ഒക്കെ എടുക്കുമ്പോൾ ഈ സിസ്വോളിൻ്റെ ബാക്കപ്പാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്ത കാര്യങ്ങളുടെയൊക്കെ ഒരു റിവ്യൂ വരും. പിന്നീട് നമുക്കത് മാറ്റാൻ പറ്റാത്തത് കൊണ്ടാണ് റിവ്യൂ ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. പ്രീ റിക്വസൈറ്റ്സ് ചെക്ക് വരും. നമ്മുടെ ഒരു സിസ്റ്റം ഈ ഡൊമൈൻ കൺട്രോളർ ആകാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നതൊക്കെ ഓക്കെ ആണോ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നുള്ളതൊക്കെ സിസ്റ്റം സ്വയം ഒന്ന് പരിശോധിക്കുന്ന സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമ്മുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ആവും. ഓക്കെ, റീസ്റ്റാർട്ടായിട്ട് വരണം. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രീ റിക്വസൈറ്റ് ചെക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇത് പാസ്വേഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം പാസ്വേഡാണ്. ഇവിടെ ഏതെങ്കിലുമൊക്കെ റെഡ് കളർ ഇൻറ്റു വന്നാൽ നമ്മൾ ചെയ്തതിൻ്റെ ഏതെങ്കിലുമൊക്കെ സ്റ്റെപ്പ് തെറ്റാണ്. അപ്പോൾ ഇവിടെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ എല്ലാം പാസ്സായിട്ടുണ്ട്. ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഒരു ഡൊമൈൻ കൺട്രോളറായിട്ട് പ്രൊമോട്ട് ആവുകയാണ് ഇവിടെ. ഓക്കെ, ഇതിന് ശേഷം റീസ്റ്റാർട്ടായി വന്നതിന് ശേഷവും നമുക്ക് സ്റ്റെപ്പുകളുണ്ട്. IP ഒക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ. IP പരിശോധിച്ച് നോക്കാം. ഓൾറെഡി IP കോൺഫിഗ് എന്ന് പറയുന്ന കമൻറ്റ് കൊടുത്താൽ നമ്മൾ ഏത് IP ആണ് എടുത്തിരിക്കുന്നതെന്നൊക്കെ കിട്ടും. 192, 168, 100. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസ്റ്റാർട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ റീസ്റ്റാർട്ട് ആവുന്നത് കംപ്ലീറ്റ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. റീസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് റീസ്റ്റാർട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇവിടെ യൂസർ നെയിമും പാസ്വേഡ് അടിക്കാൻ പറഞ്ഞിട്ടില്ലേ. ഇവിടെ നമുക്ക് യൂസർ നെയിമിൻ്റെ അവിടെ അഡ്മിനിസ്ട്രേറ്റർ @ ഡൊമൈൻ നെയിം എന്തായിരുന്നു, ജമ്പ് ഹോസ്റ്റ് .ലോക്കൽ അങ്ങനെ കൊടുക്കുക. പാസ്വേഡ് എന്തായിരുന്നു കൊടുത്തിരുന്നത്, admin 123. അതടിച്ച് ലോഗിൻ ചെയ്യുക. ഓക്കെ, വീണ്ടും സർവർ മാനേജർ ഓട്ടോമാറ്റിക്കായിട്ട് ലോഡായി വരും. സ്റ്റെപ്പ് കഴിഞ്ഞിട്ടില്ല. നമ്മൾ നേരെ ടൂൾസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ DNS എന്ന് കാണുന്ന ഓപ്ഷൻ എടുക്കുക. DNSൽ നേരത്തെ DNS ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവുമെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ സർവറിൻ്റെ പേരുണ്ടാവും. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫോർവേഡ് ലുക്കപ്പ് സോൺ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ജമ്പ് ഹോസ്റ്റ് .ലോക്കൽ എന്നുള്ളൊരു പേര് കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ സർവറിൻ്റെ പേരും കാണാൻ പറ്റും, സർവറിൻ്റെ IPയും കാണാൻ പറ്റും. റിവേഴ്സ് ലുക്കപ്പ് സോൺ ഓപ്പൺ ചെയ്യുക. റിവേഴ്സ് ലുക്കപ്പ് സോണിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ സോൺ സെലക്ട് ചെയ്യുക. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് പ്രൈമറി സെക്കൻഡറി സ്റ്റബ് സോൺ, പ്രൈമറിയാണ് സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് കൊടുക്കുക. ടു ആൾ DNS സർവർ റണ്ണിങ് ഓൺ ഡൊമൈൻ കൺട്രോളേഴ്സ് ദിസ് ഡൊമൈൻ, അത് കൊടുക്കുക. നമുക്ക് നേരത്തെ ഈ രണ്ട് ഓപ്ഷനുകളൊക്കെ നമുക്ക് നേരത്തെ ചൈൽഡിൻ്റെയും പാരൻറ്റിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ, അഡീഷണൽ ഡൊമൈൻ കൺട്രോളറിൻ്റെ ഒക്കെ അവിടെയൊക്കെ എത്തും. അതിലൊക്കെ ചെയ്യുമ്പോഴാണ് ഈ സ്റ്റെപ്പുകളൊക്കെ മാറ്റി ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ മാറ്റമൊന്നും വരുത്തണ്ട. നെക്സ്റ്റ് കൊടുക്കുക. IP വെർഷൻ 4 ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും നെക്സ്റ്റ് കൊടുക്കുക. നെറ്റ്വർക്ക് ID, ഇവിടെ നമ്മുടെ IP അഡ്രസ്സിൻ്റെ ആദ്യത്തെ 3 ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
192, 168, 100. നെക്സ്റ്റ് ഇവിടെ ഒന്നും ചെയ്യേണ്ട, അലോ ഓൺലി സെക്യൂർ ഡൈനാമിക് അപ്ഡേറ്റ് തന്നെ കിടന്നോട്ടെ, ഫിനിഷ് കൊടുക്കുക. ഇപ്പോൾ ഒരു റിവേഴ്സ് ലുക്കപ്പ് സോൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫോർവേഡ് ലുക്കപ്പ് സോൺ തുറന്നതിന് ശേഷം നമ്മുടെ ഡൊമൈൻ നെയിമിൻ്റെ പേര് കണ്ടോ, ജംബ് ഹോസ്റ്റ് ഡോട്ട് ലോക്കൽ, അത് സെലക്ട് ചെയ്ത് നമ്മുടെ സർവർ നെയിം ഡബിൾ ക്ലിക്ക് ഞെക്കിയിട്ട് ഓപ്പൺ ചെയ്യുക. ഇവിടെ അപ്ഡേറ്റ് അസോസിയേറ്റഡ് പോയിന്റർ റെക്കോർഡ് എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ ഓക്കെ കൊടുക്കുക. ഇത് ക്ലോസ് ചെയ്യാം. സർവർ മാനേജർ ലോഡായി വരുന്നുണ്ട്, അതവിടെ ലോഡായിക്കോട്ടെ. ഇനി നമ്മുടെ നെറ്റ്വർക്കിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. അടുത്ത സ്റ്റെപ്പ് ഇതിൽ IP വെർഷൻ ചേഞ്ച് അഡാപ്റ്റർ സെറ്റിംഗ്സ് എടുക്കുക. എതർനെറ്റിന് റൈറ്റ് ബട്ടൺ ഞെക്കി പ്രോപ്പർട്ടീസ് എടുത്തു. IP വെർഷൻ 4ൻ്റെ പ്രോപ്പർട്ടീസ് നമ്മുടെ പ്രിഫേർഡ് DNS നമ്മൾ കൊടുത്തത്, മോളിൽ കൊടുത്തത് തന്നെയായിരുന്നു പ്രിഫേർഡ് DNS ആയിട്ട് കൊടുത്തത്. അതൊന്ന് റീസ്റ്റാർട്ടായി വന്നപ്പോൾ വീണ്ടും എന്തായി, ലൂപ്പ് ബാക്ക് അഡ്രസ്സ് എന്ന് പറയുന്ന അഡ്രസ്സിലോട്ട് മാറി. അവിടെ വീണ്ടും നമ്മൾ 192, 168, 100 ഒന്ന് തന്നെ കൊടുക്കുക. ഓക്കെ കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം വിൻഡോ കീ മാറും കൂടെ പ്രസ് ചെയ്യുക. NS ലുക്കപ്പ് എന്ന് അടിച്ചു നോക്കുക ഡൊമെയിൻ ആയിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ സർവറിൻ്റെ പേര് server1 ഡോട്ട് ഡൊമെയിൻ നെയിം ജംബ് ഹോസ്റ്റ് ഡോട്ട് ലോക്കൽ, അതേപോലെ തന്നെ IP അഡ്രസ്സ് കാണാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റത്തെ ഡൊമെയിൻ കൺട്രോളറാക്കി മാറ്റി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നിങ്ങൾക്ക് ഡിഫാൾട്ട് സർവറിൻ്റെ അവിടെ ലോക്കൽ എന്നോ അല്ലെങ്കിൽ അൺനോൺ എന്നൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്തത് സ്റ്റെപ്പുകൾ കറക്റ്റ് അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ഒരു സിസ്റ്റം ഒരു ഡൊമെയിൻ കൺട്രോളറാണ്. ഇനി ബാക്കിയുള്ള സിസ്റ്റങ്ങളെല്ലാം, ക്ലൈൻറ്റ് സിസ്റ്റങ്ങളെല്ലാം ഈ ഡൊമെയിൻ്റെ അണ്ടറിലോട്ട് കൊണ്ടുവരണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ക്ലൈൻറ്റിനെ, നമ്മളൊരു വിൻഡോസ് സിസ്റ്റത്തെ എങ്ങനെയാണ് ഡൊമെയിൻ്റെ അണ്ടറിലോട്ട് ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം.